സ്ലീഹാകാലം 4-ാം ബുധൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. വിടവാങ്ങൽ പ്രഭാഷണം. യോഹന്നാൻ 14-ൽ യേശുവിൻ്റെ മാളികമുറിയിലെ വിടവാങ്ങൽ പ്രഭാഷണമാണ് നാം വായിക്കുന്നത്. ഇത്ര നാളും ഊണിലും ഉറക്കത്തിലും ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്ന യേശു അവരെ വിട്ടുപിരിയുന്ന നിമിഷത്തോടടുക്കുകയാണ്. എന്നാൽ താൻ പോകുന്നിടത്ത് അവരുമായിരിക്കുന്നതിന് അവൻ വീണ്ടും വരുമെന്ന വാഗ്ദാനം നാം അവിടെ വായിക്കുന്നു. അവൻ നേരിട്ടല്ല, മറിച്ച് മറ്റൊരു ആശ്വാസകനെ അവൻ അവരുടെ അരികിലേക്ക് അയക്കും. ഈ മറ്റൊരു ആശ്വാസകൻ ദൈവത്തിലെ മറ്റൊരു വ്യക്തിയാണെങ്കിലും യേശുവിൻ്റെ അതേ സത്തയാണ്. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പീലിപ്പോസ് പറയുമ്പോൾ യേശു പറയുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 ആളുകളാണെങ്കിലും ഒരേ സത്തയാണ്. തമ്മിൽ വേർതിരിച്ചെടുക്കാൻ കഴിയാത്തവണ്ണം അവർ ഒരേ രീതിയിൽ ചിന്തിക്കുന്നു, ഒരേ രീതിയിൽ സംസാരിക്കുന്നു, ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു. പിതാവിൻ്റെ ഇംഗിതം തന്നെ 3 ആളിലും കുടികൊള്ളുന്നു. പിതാവായ ദൈവത്തെ പഴയ നിയമത്തിലും പുത്രനായ യേശുവിനെ സുവിശേഷങ്ങളിലും നാം ദർശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ലോകാവസാനം വരെയുള്ള സഭാ ചരിത്രത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായി നാം കാണുന്നു. പിതാവ് അയക്കുന്ന ആ സഹായകൻ ലോകാവസാനം വരെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അവൻ വന്നു കഴിയുമ്പോൾ മനുഷ്യരിൽ സംഭവിക്കുന്ന മാറ്റത്തിന് പന്തക്കുസ്തായ്ക്ക് മുമ്പും പന്തക്കുസ്തായ്ക്കു ശേഷമുള്ള ശിഷ്യന്മാരുടെ നടപടി ശ്രദ്ധിച്ചാൽ മതി. നമ്മിൽ പുതിയൊരു പന്തക്കുസ്ത അനുഭവം ആകുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.